ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി മാറിയത് സംബന്ധിച്ച് വി ജയറാംജി പദ്ധതി ആയത് സംബന്ധിച്ച് ഇന്ന് ജോയിൻറ്റ് ഡയറക്ടർ ഇന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു DD മലയാളം എന്ന ചാനലിൽ. ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്താണ് ഇൻ്റർവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വിളിച്ച് ചോദിക്കാമായിരുന്നു. പലരും സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ലിങ്ക്, അതായത് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണാവുന്നതാണെന്ന് കയറിയിട്ട്. അപ്പോൾ അതിൽ പുതിയ പദ്ധതി മാറുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ച ചോദ്യം, തൊഴിലുറപ്പ് പദ്ധതി ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അതിൻ്റെ ചെറിയൊരു ഭാഗം ഈ പോർഷൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ഷമി എന്നാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ട്. സാറിനോട് സംസാരിച്ചോളൂ. സാർ, നമ്മളെ പുതിയ സാറ് പറഞ്ഞല്ലോ 363 പ്രവൃത്തികളുണ്ടെന്ന്. അപ്പോൾ ആ പദ്ധതിയിൽപ്പെട്ട പ്രവൃത്തികൾ ഇപ്പോൾ പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ആ പറയുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ VGPP എന്ന പ്ലാൻ പ്രകാരം ഉള്ള പ്രവൃത്തികളല്ലേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ? അതേപോലെ തന്നെ നിലവിലുള്ള ആക്ഷൻ പ്ലാനിൽ ഇപ്പോൾ മൺപരമ്പ്, കല്ല് കയ്യാലം എന്ന് പറഞ്ഞ പ്രവൃത്തികളാണ് നിലവിലുണ്ടാവുക. അപ്പൊ അതിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ലിസ്റ്റ് പ്രകാരമുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റുമോ? ഇപ്പൊ നിലവിൽ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടാത്തൊരു അവസരം പല പഞ്ചായത്തിലും നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ പരിഹാരം കാണാൻ പറ്റുക? അവർക്ക് ഇപ്പൊ എന്താ പറയാ, പല പഞ്ചായത്തിലും ഇപ്പൊ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. അപ്പം അതിനെന്താണ് കറക്റ്റ്, അതിന് സൊല്യൂഷൻ എന്താണ്? ഇത് ഇപ്പൊ എന്താ പറയാ, മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കിയിട്ടല്ലേ നമുക്ക് പ്രവർത്തികൾ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഇപ്പൊ ആക്ഷൻ പ്ലാനിലൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചായിരിക്കും. അത് പ്രകാരം ഇപ്പൊ പുതിയ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ്. വ്യക്തമായി. അപ്പം ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പുതിയ പ്രവർത്തികൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്, പുതിയ VB ജയറാംജി പ്രകാരം എങ്ങനെ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ കഴിയും? കാര്യം എന്ന് പറഞ്ഞാൽ ആശങ്കയുണ്ട്. അപ്പം VB ജയറാംജി ഇപ്പം നിയമത്തിനകത്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട് ഏറ്റെടുക്കേണ്ടുന്നത് VGPP, ഗ്രാമപഞ്ചായത്ത് വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ VGPP പ്രകാരമാണ് പ്രവർത്തികൾ ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ VGPP തയ്യാറാക്കുന്നതിനുള്ള ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഫൈനൽ ഗൈഡ് ലൈൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ VGPPയിൽ എന്തായിട്ടില്ല, നമ്മൾ പ്രവർത്തികൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് പ്രവർത്തികൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NREGSനകത്ത് ചെയ്തുകൊണ്ടിരുന്നതും ഇതുവരെ കംപ്ലീറ്റ് ആകാത്തതുമായിട്ടുള്ള പ്രവർത്തികൾ പൂർണ്ണമായും എവിടോട്ട് മാറി വന്നിട്ടുണ്ട്? VB ജയറാംജിയുടെ സോഫ്റ്റ്വെയറിലേക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തികളെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നിർവഹണം നടത്തി പൂർത്തീകരിക്കാം. അങ്ങനെ ഒരു ഡയറക്ഷനും ആൾറെഡി നമ്മൾ താഴെത്തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പഞ്ചായത്തിന് എന്നാലും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻ വർഷം തന്നെ യുക്തധാര എന്നും പറഞ്ഞിട്ടൊരു പ്ലാനിംഗ് പോർട്ടലുണ്ട്. ഈ നമ്മൾ GIS അധിഷ്ഠിതമായിട്ട് നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു പോർട്ടലാണ്. അതിലുള്ള പ്രവർത്തികൾ എന്തോ ചെയ്യാം, നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതിൽ രണ്ടിലും പിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രൂവ്ഡ് ആക്ഷൻ പ്ലാനിൽ നിന്നും പ്രവർത്തികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് അലോക്കേഷൻ അനുവദിച്ച് തരുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യസമയത്തുള്ള വേതന വിതരണം. പിന്നെ അടുത്തൊരു വിഷയമാണ് വർക്കുകളുടെ പൂർത്തീകരണം. ഇപ്പം നമുക്ക് ഇപ്പോൾ കേരളത്തിലെടുക്കുകയായിരുന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തിൽ പുറത്ത് പ്രവർത്തികൾ നമുക്ക് NREGSനകത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ കുറച്ച് ഏകദേശം 60,000 എന്നുള്ളൊരു നമ്പറിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഒക്കെ എന്ത് വിലയിരുത്തും? ഇനി അടുത്ത സാമ്പത്തിക വർഷം ഫണ്ട് വിതരണം ചെയ്യുന്ന അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻഡിക്കേറ്റേഴ്സായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് NREGSൽ ചെയ്തിരുന്നത് കണക്ക് തൊഴിൽ ആവശ്യകത നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ നമുക്ക് ഉണ്ടാകണം. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അതിനകത്ത് ആൾക്കാരെ ഡിപ്ലോയ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് നിറവേറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് നമ്മൾ പദ്ധതികൾ ഓൺഗോയിങ് ആക്കി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുകയും ചിലപ്പോൾ അത് നമ്മുടെ അലോക്കേഷന് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ പ്രേക്ഷകൻ ചോദിച്ച പോലെ ഇപ്പം അവർക്ക്
പിന്നെ നിലവിലുള്ള ഓൺഗോയിങ് വർക്കുകൾ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യുക്തധാരയിലുള്ള വർക്ക് എടുക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ള വർക്കുകളും എടുക്കാം. അപ്പം അങ്ങനെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം പഞ്ചായത്തുകൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ അന്നേരം ഒരു പ്രശ്നം മറ്റൊന്നുമല്ല, ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട വർക്കുകൾ ഇപ്പോൾ ഗവൺമെൻറ് ഡിഫിറ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിലും നമ്മൾ പുതിയ ആക്റ്റീവായിട്ട് പോകുന്ന കണക്കുള്ള വർക്കുകളായിരിക്കണം ഇതിനകത്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ NRES-നകത്ത് ആ നിയമം അപ്പോൾ നമ്മൾ 266 വർക്കുകളായിരുന്നു NRES-ൽ അനുവദനീയമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ 4 കാറ്റഗറി ആയിട്ടായിരുന്നു വർക്കുകൾ തിരിച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ വേറെ 4 കാറ്റഗറി ആയിട്ടാണ് ഇവിടെ തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ആക്റ്റീവായിട്ട് ചേർന്ന് പോകുന്ന പ്രവർത്തികളായിരിക്കണം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു നിർദ്ദേശം അതിനകത്തുള്ളത്. താങ്കൾ വിളിച്ച് പ്രേക്ഷകൻ ലൈനിലുണ്ടോ എന്ന് അറിയില്ല. താങ്കൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയെന്ന് തന്നെ കരുതുന്നു. ഇതുപോലെ ഇപ്പോൾ അദ്ദേഹം ചോദിച്ചതുപോലെ പലർക്കും പല ആശയക്കുഴപ്പങ്ങളുണ്ട്. പിന്നെ അതുപോലെ സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് വളരെ സാങ്കേതികമായ മുന്നൊരുക്കങ്ങളൊക്കെ ഈ പദ്ധതിയിലേക്ക് മാറുന്നതിന് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് കേരളത്തിൽ അത് എത്രമാത്രം പൂർത്തിയായിട്ടുണ്ട്? സാങ്കേതിക മുന്നൊരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NRES-നകത്ത് തന്നെ മാക്സിമം സാങ്കേതിക സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പദ്ധതി രൂപീകരണത്തിനാണെന്നുണ്ടെങ്കിൽ GIS ബേസ്ഡ് ആയിട്ടുള്ളൊരു പോർട്ടൽ ആ വീഡിയോയിൽ ഓൺഗോയിങ് വർക്ക് തുടരാം എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺഗോയിങ് വർക്ക് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ മസ്റ്റോൾ അടിച്ച വർക്കുകൾ മാത്രമാണ് ഓൺഗോയിങ്. പക്ഷേ അപ്രൂവ്ഡ് വർക്ക് തുടങ്ങാൻ എന്നുള്ളതിൻ്റെ കത്ത് അയക്കും എന്നുള്ള കാര്യമൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വർക്കുകളൊക്കെ ഏറ്റെടുക്കാൻ പറ്റും. പിന്നെ നിലവിൽ ആക്ഷൻ പ്ലാനിൽ അതായത് പുതിയ പദ്ധതി VBG റാംജി പ്രകാരമുള്ള പദ്ധതികൾ ഇപ്പോൾ നിലവിൽ ലിസ്റ്റ് വന്നത് മാത്രമേ പുതിയ ആക്ഷൻ പ്ലാനിലുള്ളത് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റൂ, എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ മണ്ണിജല സംരക്ഷണ പ്രവൃത്തികളൊന്നും വെച്ച് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ് മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പ്രവൃത്തികൾ മാത്രമേ അടുത്ത ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് സാവകാശം കൂടി വേണ്ടി വരും. പണികളൊക്കെ പഴയ രീതിയിലാകാനും പഴയ രീതിയിൽ ചില പ്രവൃത്തികളൊക്കെ കായികശേഷി കൂടിയ പ്രവൃത്തികളാണ് നിലവിൽ ലിസ്റ്റ് പ്രകാരം. അപ്പോൾ അവർ പറയുന്നത് ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്, നിലവിൽ ഇതിൻ്റെ പുതിയ പ്രവൃത്തികൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളോ കത്തും അപേക്ഷകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ പദ്ധതിയിൽ ആ പ്രവൃത്തികളൊക്കെ കായികശേഷി കുറഞ്ഞ പ്രവൃത്തികൾ, അതായത് നമ്മളെ അൺസ്കിൽഡ്, അതായത് കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളും കൂടി അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് ഈ പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ അതിൽ കുറേ പ്രയാസങ്ങളുണ്ട്. ഇപ്പം അതിൽ വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്, കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം 6 കോടി തൊഴിലാണ് കേരളത്തിന് അനുവദിച്ചത് അന്നിത്. പക്ഷേ 9 കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളം കൈവരിച്ചിട്ടുണ്ടെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള സാഹചര്യം വെച്ച് പഴയ പദ്ധതി പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ 9 കോടിൻ്റെ പൈസ കേന്ദ്രം നൽകുമായിരുന്നു. പക്ഷേ പുതിയ പദ്ധതി നിലവിൽ വന്നത് പ്രകാരം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ, അതായത് 6 കോടിൻ്റെ തൊഴിൽ ദിനത്തിൻ്റെ പൈസ മാത്രമേ കേന്ദ്രം തരികയുള്ളൂ. അപ്പോൾ ബാക്കി അധികമായിട്ടെടുത്ത 3 കോടിൻ്റെ പൈസ മൊത്തം കേരളം, അതായത് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും എന്നുള്ള ഒരു ഈ കാര്യം കൂടി ആ വീഡിയോയിൽ പിന്നെ കേരളത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ABC കാറ്റഗറി തിരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്ക് പദ്ധതി വീതം ഒക്കെ അനുവദിക്കുന്ന സ്ഥിതി വരുന്നത്. അപ്പോൾ നിലവിൽ ABC കാറ്റഗറി തിരിക്കുന്നതോടുകൂടി തൊഴിലുറപ്പ് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്നത് കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും കാറ്റഗറി ആയിരിക്കും, അതിൽ കുറവായിരിക്കും മറ്റേ കാറ്റഗറി. അങ്ങനെ തരംതിരിച്ചായിരിക്കും പദ്ധതികളൊക്കെ നിർവഹണം നടത്തുക എന്നുള്ള അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതും ഈ വീഡിയോ അത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതും തൊഴിലുറപ്പിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രത്യേകിച്ചൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല, നെഗറ്റീവാണ് മൊത്തം. അതായത് നമ്മളെ തൊഴിലുറപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ മുന്നോട്ട് നല്ല രീതിയിൽ തൊഴിലുറപ്പിനെ കൊണ്ടുപോകാം. പിന്നെ അതിൻ്റെ അവസാനം ടോൾ ഫ്രീ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അതിൽ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ നല്ലൊരു സാഹചര്യമായിരുന്നു അവരോട് സംസാരിക്കാനും നമ്മളെ പ്രയാസങ്ങൾ അവരെ അറിയിക്കാനും പറ്റിയൊരു വേദിയായിരുന്നു ഏതായാലും DD മലയാളം എന്ന ചാനലിൽ ഒരുക്കിയിരുന്നത്. അപ്പോൾ കുറേ പേര് വിളിച്ചിട്ടുണ്ട്, കുറേ പേര് വിളിച്ച വിശദ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ തൊഴിലുറപ്പിനെ പറ്റി ബാക്കി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു. ഓക്കെ, താങ്ക്